ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി കുക്കിങ്ങിലാണ്. എന്താണ് നമുക്ക് പോയി നോക്കാം. മമ്മി ഹായ്, ഹലോ. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്ന് സൺഡേ ആണ്. ഇന്നിവിടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും ബിരിയാണിയാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ. അപ്പൊ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താ ഞാനുണ്ടാക്കുന്നത്. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പരട്ടി വെച്ചു, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ വറക്കാൻ എടുത്തു വെച്ചു. ഇത് സവോള നമ്മളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആക്കി വെക്കുകയാണ്. അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ചിക്കൻ കറി വെക്കാനുള്ളതൊക്കെ ആയിട്ട്. അപ്പൊ ഇതാദ്യം വറുത്തൊക്കെ കോരിയതിന്റെ ശേഷമാണ് ഇനി നമ്മൾ ബിരിയാണി വെക്കുന്നത്. ഇനി നമ്മൾ വറുത്തെടുക്കാനുള്ള സവോള ദേ എണ്ണയിലോട്ട് ഇടുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് വറുത്തെടുക്കും ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ ചിക്കൻ വറുക്കുന്നത്. ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ ഇത് കോരി മാറ്റിയാണ്. ഇത് നമ്മൾ ബിരിയാണി റൈസ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇടുന്ന സാധനമാണ്. ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ സാധനം എന്ന് വേണേൽ പറയാം. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് പോരും. നമ്മുടെ ബിരിയാണി എന്ത് സ്റ്റൈല് ബിരിയാണിയാണ്? എന്ത് സ്റ്റൈലെന്ന് വെച്ചാൽ ദമ്മല്ല, സാധാ ബിരിയാണി. ഗ്രേവി ഒക്കെ ഉള്ള ടൈപ്പ്? ഗ്രേവി, ചിക്കൻ കറി സെപ്പറേറ്റ് ആയിട്ടുള്ള അതാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് അത് നമ്മൾ ദമ്മിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ. കശുവണ്ടിപ്പരിപ്പ് വറക്കാനായിട്ടുള്ള ഇതാണ്. ആ എണ്ണ തന്നെയാണ്. ആ എണ്ണ നല്ല എണ്ണ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കശുവണ്ടിപ്പരിപ്പ് ഒരുവിധം ആയി വരുന്നുണ്ട്, മുട്ട് വരുന്നുണ്ട്. ഇത് ഒരു ചെറിയ ഗോൾഡൻ കളർ വരണം, എന്നാലാണ് അതൊരു ടേസ്റ്റ് വരുള്ളൂ. മുന്തിരി നമ്മൾ നല്ലതുപോലെ കഴുകി വാരി വെള്ളം വാലാൻ വെച്ചതാണ്. അതിനകത്ത് ചെറിയ മണൽത്തരികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളതിങ്ങനെ കഴുകി വെച്ച സാധനമാണ്. ഇപ്പൊ പെട്ടെന്നാവും, മറ്റുള്ളതിനേക്കാൾ സ്പീഡിൽ ഇത് ആയി കിട്ടും. നല്ലപോലെ കഴുകി വെച്ച കറിവേപ്പിലയാണ്. സൗണ്ടിന്റെ ഒരു ഫീൽ കണ്ട. ഇത് നമ്മൾ ഇതുപോലെ വറുത്ത് കോരിയെടുക്കും. ഇതും ബിരിയാണിക്കകത്ത് നമ്മൾ ഇടാനുള്ള വറുത്ത്. ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ ബാക്കി എണ്ണയും കൂടി ഒഴിച്ച് ചിക്കൻ വറക്കുക. ഇനി ചിക്കൻ വറക്കാൻ പോകും. ഇനി ചിക്കൻ വറക്കാൻ പോകും. വറുത്ത് വരാനുള്ളതൊക്കെ വറുത്ത് കോരി. ചിക്കൻ റെഡിയാണ്. ഇതിപ്പോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാനത് ചിക്കൻ കറി വെക്കുമ്പോ ഒരു 3/4 വറകലിന് നമ്മൾ എടുക്കും. ഫുള്ളായിട്ട് വറുത്തെടുക്കില്ല, അതാണ് കറിക്ക് ടേസ്റ്റ്. നമ്മളെ ചിക്കൻ മറിച്ചിടാറായിട്ടുണ്ടല്ലേ? ചിക്കൻ മറിച്ചിടാറായിട്ടുണ്ട്. നമ്മള് ഓരോ പീസ് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെക്കണം. നമ്മുടെ ചിക്കൻ കോരാറായിട്ടുണ്ട്. ഞാനത് കോരുവാണേ. റൈസ് ചിക്കൻ നമുക്ക് ഈ മൂപ്പിന് കിട്ടിയാൽ മതി. ഫ്രൈ ആയിട്ടുണ്ട് ബിരിയാണിക്കുള്ള ചിക്കൻ. മെയിൻ ഷെഫ് ഇവിടെ, അസിസ്റ്റന്റ് ഷെഫ് അല്ല, ടെസ്റ്റർ. ടെസ്റ്റ് ചെയ്ത് നോക്കണം ആളോട് ഇരിപ്പുണ്ട്. ബെയിലി, നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണ്ടേ? നമുക്ക് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടെ മൂപ്പിച്ചതാണിത്. ഒരു 3/4 മൂപ്പായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇതെന്തൊക്കെയാന്ന് പറഞ്ഞു? മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾ പൊടി, സ്വല്പം കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല. ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് വഴറ്റാൻ പോവാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് ബസ്മതി റൈസ് ആണ്. ഇത് നമ്മൾ 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു 1/2 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കും.
അതെന്തിനാ അരമണിക്കൂർ നേരം അരമണിക്കൂർ കുതിർത്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 3/4 കപ്പ് വെള്ളം മതിയായിരിക്കും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത ചിക്കൻ ഇവിടെ റെഡിയാണ്. അത് ഇതിലോട്ട് ഇടും. അത് ഇതിലേക്ക് നമ്മുടെ അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. കയ്യെ ഇളക്കി അവിടെ മൂടി വെക്കുക. ഒരു 6 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ കറി റെഡിയാവും. നമ്മൾ ആദ്യം റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് നിന്നെ വിളിക്കാൻ മറന്നുപോയി. അപ്പം നമ്മളത് വേവിച്ചിപ്പോൾ എടുത്തിട്ടുണ്ട്. കുക്കറിനകത്താണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഉള്ള രീതിക്കാണ്. അതിനകത്ത് നമ്മൾ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പാത്രത്തിലിട്ട് ഇത് യോജിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ റൈസ് മാറ്റാൻ പോകും. റൈസ് മാറ്റിയിട്ട് വേണം നമുക്കിത് ആക്കാൻ. ഉടനിടുകയാണ്. അപ്പോൾ നമ്മുടെ പാകത്തിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാകം വേവാണ്. ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എണ്ണയിലിട്ടു. നമ്മൾ നെയ്യും ഡാൽഡയും കൂടെ കൂടിയിട്ട് സ്വല്പം ഡാൽഡയും കൂടെ ചേർക്കുന്നത് നല്ലത്. അധികം ഇല്ല, ഒരു സ്വല്പം. ബാക്കി നെയ്യ് കേട്ടത്. നെയ്യും കൂടെ ചേർത്ത് നമ്മൾ ഇതാക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന, ആദ്യം നമ്മൾ വറുത്ത് വെച്ചില്ലേ, ആ വറുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സ്വല്പം നാരങ്ങ നീരും കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു റൈസിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനും ഒരു മുറുക്കം കിട്ടാനുമായിട്ടാണ്. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചേക്കും കേട്ടോ. എന്നാലാണ് അതിന്റെ ഫ്ലേവറുകളും കാര്യങ്ങളൊക്കെ അത് പറ്റി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. സാലഡ് അതുപോലെ തന്നെ സാലഡ് റെഡി. ജയ്മോളുടെ ബിരിയാണി. അങ്ങനെ ബിരിയാണി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അളിയൻ കൂടിയാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയാ. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇത് പറയണേ. കൊതിയൂറുന്നു. വെള്ളം വീഴുന്നു. അച്ചാറ്. ഇനി കുറച്ച് റൈസും ചിക്കന്റെ ഗ്രേവിയും ചിക്കന്റെ പീസും കൂട്ടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കണം അല്ലേ? ഓക്കെ. കൊള്ളാം, പൊളിസാരം. കുറച്ച് പിടിയങ്ങോട്ട് പിടിക്കണ്ടേ നിങ്ങൾക്ക് ബിരിയാണി ഡെയിലി? ഞാൻ പറയാനുള്ള ഗൈസ്, നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കും ഇപ്പം ഉണ്ടാക്കിയ രീതിയിലൊക്കെ. എന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും കഴിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെല്ലൈക്കൺ ഓൺ ആക്കിക്കോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.